നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായർപ്പിക്കുന്നു, കാഴ്ചയായർപ്പിക്കുന്നു. നാഥാ സമർപ്പിക്കുന്നു. ഈശ്വര കൈകൂപ്പി നിൽക്കുന്ന നമ്മുടെ ചില സ്കൂളിനെ സംബന്ധിച്ച് വളരെ സന്തോഷവും ധന്യതയും നിറഞ്ഞ ഒരു ദിവസമാണ്. വിശേഷങ്ങളാണ് ആഘോഷിക്കുന്നത്. വിശ്വാസ പരിശീലന ദിനം, വൈദികരുടെ മധ്യസ്ഥനായ ജോൺ വരിവിയാനിയുടെ തിരുനാളായ വൈദിക ദിനം, കൂടാതെ ഭാരതത്തിന്റെ അരിമ സഹോദരിയായ അൽഫോൻസാമ്മയുടെ തിരുനാൾ. ആദ്യമായി നമ്മെ ദൈവസ്നേഹത്തിന്റെ വഴിയിൽ നയിക്കുകയും സൺഡേ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വലിയ പിന്തുണയും പ്രോത്സാഹനവും ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട വികാരിയച്ഛൻ, ബഹുമാനപ്പെട്ട ബിജു കുടമുള്ളിയച്ഛനെ ഈ വേദിയിലേക്ക്, ഈ ചടങ്ങിലേക്ക് വളരെ സ്നേഹത്തോടെയും ആദരവോടെയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം സൺഡേ സ്കൂൾ കുടുംബത്തിന്റെ ഒഴിവും കൂടിയ അച്ഛൻ ഹൃദയം നിറഞ്ഞ വൈദിക ദിന ആശംസകൾ ആദരവോടെ നേരുന്നു. അധ്യാപകരെ, ട്രസ്റ്റി സെക്രട്ടറി, അതോടെ ശ്രദ്ധിച്ചതുപോലെ നമ്മളിന്ന് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ അനുസ്മരിക്കുന്നത്. അൽഫോൻസാമ്മയുടെ തിരുനാളും, വൈദികരുടെ മധ്യസ്ഥനായ ജോൺ വരിവിയാനിയുടെ തിരുനാളും, അതുപോലെ തന്നെ വിശ്വാസ പരിശീലനത്തിലും എല്ലാ ആശംസകളും പ്രത്യേകം നേരുകയാണ്. നമ്മുടെ കുട്ടികളെല്ലാവരും ഈ പ്രോഗ്രാമിൽ വളരെ നന്നായിട്ട് പങ്കെടുക്കുന്നു. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ അവർ പഠിക്കുന്നു, അവരറിയുന്നു. ഞാൻ പ്രത്യേക നേതൃത്വം കൊടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഈ വിശ്വാസ പരിശീലന ദിനത്തിലും വൈദിക ദിനത്തിലും ഞങ്ങളുടെ സൺഡേ സ്കൂളിലെ എല്ലാ കൂട്ടുകാരുടെയും സ്നേഹവും പ്രാർത്ഥനകളും അച്ഛന് സമർപ്പിക്കുന്നു. സൺഡേ സ്കൂളിന്റെ ഓരോ പ്രവർത്തനങ്ങളിലും അച്ഛൻ നൽകുന്ന വലിയ പ്രോത്സാഹനവും തണലുമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ധൈര്യം. ഈശോ നിന്നെ കാണുമ്പോൾ നെഞ്ചിനുള്ളിൽ പൂവിടുന്ന മോഹം, നിന്നമ്മ മേരി നെയ്തെടുത്ത തങ്കവർണ്ണ ചേലൊത്ത കുപ്പായം, ആ കുർബാന കുപ്പായം, കുർബാന കുപ്പായം. പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ടെന്ന ബോധ്യവുമാണ് ഹെബ്രായർ 11:1. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായർപ്പിക്കുന്നു, കാഴ്ചയായർപ്പിക്കുന്നു. അല്ല ഈശോയുടെ തിരുനാൾ ഉച്ചരിക്കുന്നത് ഇതിന്റെ നാലിനേറെ മധുരമാണ്. ലഭിക്കുന്നതിനേക്കാളും കൊടുക്കുന്നതിലാണ് സന്തോഷം. എല്ലാ വേദനകളും ഈശോയുടെ തിരുഹൃദയത്തിൽ അർപ്പിക്കുമ്പോൾ കൈവരുന്ന സന്തോഷം എത്ര വലുതാണ്. എളിമയാണ് സുഹൃത്തുക്കളിൽ നിന്ന് എളിമപ്പെടാൻ ലഭിക്കുന്ന ഏതൊരു അവസരവും ഭാഗ്യമായി കരുതുന്നു. ദിവ്യബലി പോലെ മഹത്തായ മറ്റൊന്നുമില്ല. ദൈവത്തെ കൂടുതൽ വിലയേറിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവന് നിങ്ങൾക്ക് തരുമായിരുന്നു. വിശുദ്ധ സ്വീകരിക്കാതെ മാറി നിൽക്കുന്നത് ഓരോരുടെ മുന്നിൽ ദാഹിച്ചിരിക്കുന്നു. എടുത്തു വെക്കുമ്പോൾ ചുറ്റും 50 ആളുകൾ പോലും കണ്ടിച്ചില്ലായിരുന്നു. കാലം കടന്നുപോയപ്പോൾ അവരുടെ കല്ലറയ്ക്ക് മുൻപിൽ ആഴുന്ന സമയവുമില്ല, തിരിയണയാത്ത നേരവുമില്ല. നമ്മൾ ചെയ്യുന്ന നന്മകൾ ആരുടെയെങ്കിലും മുഖത്ത് പുഞ്ചിരി വിടരുന്നതിന് കാരണമാകുമെങ്കിൽ പുഞ്ചിരി പടരട്ടെ, ഞാൻ അതിന് കാരണമാകാമെന്ന് ആ വാക്ക് ജീവിച്ചവളായിരുന്നു അൽഫോൻസാമ്മ. മഞ്ഞു പോലെ മാഞ്ഞു പോകുന്ന മുമ്പ് നന്മയുടെ അവശേഷിപ്പുകൾ ഭൂമിയിൽ തിരുശേഷിപ്പുകൾ ആകാമെന്ന് പഠിപ്പിച്ചവൾ. കുടമാളൂരിൽ തളുത്ത വല്ലരിയേ, മുട്ടുച്ചിറയിൽ വളർന്ന പൂമൊട്ടേ, ക്ലാരമടത്തിൽ വിരിഞ്ഞ നറുമലരേ, ഭൂമുഖമാകെ നിറഞ്ഞ
സുഗന്ധം നീ വിശുദ്ധയാം അൽഫോൻസേ പ്രാർത്ഥിച്ചിടണമേ. ഭാരതമണ്ണിൻ യാചനകൾ നിന്നിലുയർത്തണമേ. വിശുദ്ധയാം അൽഫോൻസേ പ്രാർത്ഥിച്ചിടണമേ. ബഹുമാനപ്പെട്ട ഇടവകയിലെ ബഹുമാനപ്പെട്ട രാജസർ, എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ മാതാപിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ടവർ എല്ലാവരും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം. ഇന്ന് ഓഗസ്റ്റ് 2 നമ്മൾ വിശ്വാസ പരിശീലന ദിനം ആചരിക്കുകയാണ്. ഈ സന്തോഷകരമായ ദിനത്തിൽ 2 വാക്ക് സംസാരിക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിൽ അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. വിശുദ്ധ ബൈബിളിലെ സുഭാഷിതങ്ങൾ 22 നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സത്യമാണ് ഇത്. ബഹുമാനപ്പെട്ട അച്ഛനെ എൻ്റെ പേരിലും ചെറിയ സ്കൂളിൻ്റെ പേരിലും എന്നെ അറിയിച്ചു കൊടുത്തു.